ഹെൽത്ത് മാനേജ്മെൻ്റ് എന്ന് പറയുന്നൊരു സംഭവം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ എല്ലാവർക്കും ഫാമിലി ഡോക്ടേഴ്സ് ഉണ്ട്. ആ ഫാമിലി ഡോക്ടറാണ് ഒരാളെ അഡ്വൈസ് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു ഡോക്ടറുടെ ക്യാബിനിൽ ചെല്ലുമ്പം ആദ്യത്തെ ചോദ്യം എന്താണ് അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം ഇല്ലാത്ത ഒരാളും അങ്ങോട്ട് ചെല്ലാറില്ല എന്നർത്ഥം. അവരത് ഡീൽ ചെയ്യുന്നില്ല എന്നർത്ഥം. പുറത്തൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. നമ്മുടെ രാജ്യവും അവിടുത്തെ ആയിട്ട് പോസിറ്റീവായുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡോക്ടറെ കാണണമെന്ന് വെച്ചാൽ അപ്പോയിൻമെൻറ്റ് കിട്ടും. അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടുകയില്ല. ഒരു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞാൽ അടുത്ത മാസം അടുത്തതിൻ്റെ പിന്നത്തെ മാസം മറ്റുമാണ്, അല്ലെങ്കിൽ ആംബുലൻസ് കയറി കിടന്നിട്ടൊക്കെ ചെന്നാലേ ഒരു ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. ഇതാണ് ചില രാജ്യങ്ങളിലെ അവസ്ഥ. പക്ഷേ അവിടെ എല്ലാവർക്കും ഫാമിലി ഡോക്ടേഴ്സ് ഉണ്ട്. അവരെ ഫാമിലി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫുഡ് കറക്ഷനും ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സും ഒക്കെ ഉപയോഗിക്കുകയും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുകയും അത് കഴിഞ്ഞിട്ടാണ് അസുഖം വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അവരതുപോലെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലത് വളരെ കുറവാണ്. ആഹാരമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ആരോഗ്യത്തിലെ 50% സാധനങ്ങളും ആഹാരമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ആഹാരമാണ് നമ്മൾ കഴിക്കുന്നതിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ടൈം, ഈ 3 സാധനമാണ് ഇത്. ഈ പറഞ്ഞ ഇപ്പോഴത്തെ രോഗങ്ങൾ, ഡയബറ്റിക്കോ അതുപോലത്തെ പല സാധനങ്ങളും പലപ്പോഴും നമ്മുടെ ഓർഗൻസ്, നമ്മുടെ ശരീരം ഏജ് ആയി എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. നമ്മുടെ പ്രായം എത്രയിലും ആയിക്കോട്ടെ, നമ്മുടെ ശരീരം പണിമുടക്കാൻ തുടങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. അത് നല്ലതായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട് ഒരു നല്ല പരിധി വരെ നമുക്കതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ടൊക്കെ ഫുഡ് കറക്റ്റ് ചെയ്താൽ പറ്റും.